ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നമ്മൾ മാർ ഔസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിന് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും എല്ലാം കൊടുത്തുകൊണ്ട് നിർമ്മല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം മാർ ഔസേപ്പ് പിതാവിലൂടെ നമുക്ക് സ്വർഗം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. ഒപ്പം ഈ വർഷം കൂടുതൽ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നിയോഗങ്ങളെയും മാർ ഔസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിൽ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം ഇങ്ങനെ പറയും: യഥാർത്ഥത്തിൽ വിശ്വസ്തനായ ഒരുവനെ ആർക്ക് കണ്ടെത്താൻ കഴിയും? ദൈവം കണ്ടെത്തിയ യഥാർത്ഥ വിശ്വസ്തനാണ് മാർ ഔസേപ്പ്. ദൈവം തൻ്റെ പരമോന്നതവും അമൂല്യവുമായ നിധിയുടെ സംരക്ഷണം ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കവിധം വിശ്വസിച്ച വിശ്വസ്തനാണ് മാർ ഔസേപ്പ് പിതാവ്. ദൈവം തന്നിൽ അർപ്പിച്ച വിശ്വാസം തൻ്റെ ജീവിതം മുഴുവൻ ദൈവഹിതത്തിനു വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് ജീവിച്ച മഹാവിശുദ്ധൻ, വിശുദ്ധരുടെ ഇടയിലെ രാജകുമാരൻ, വിശുദ്ധരിൽ പ്രഥമ വണക്കയോഗ്യൻ. ദൈവം ഇപ്രകാരം വിശ്വസിച്ച മാർ ഔസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നിയോഗങ്ങളെയും നമ്മുടെ ആത്മീയ പാലകൻ്റെ നിർമ്മല സൂഷത്തിന് വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അർപ്പിച്ച വിശ്വാസം വിശ്വസ്തയോടെ ജീവിച്ചവൻ നമ്മൾ അർപ്പിക്കുന്ന വിശ്വാസം, അതായത് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കുകയില്ല എന്ന ആ ഉറച്ച വിശ്വാസം തീർച്ചയായും കാത്തുസൂക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷത്തെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ ഒരു നിയോഗത്തോടുകൂടെയാണ് ഞാനും നടത്തിയത്. മാർച്ച് മാസം 19-ാം തീയതി നമ്മുടെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ നമ്മൾ നടത്തി. ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ശുശ്രൂഷ ജീവിതത്തിൽ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയ വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. അങ്ങനെ ഔസേപ്പ് പിതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു: ഔസേപ്പ് പിതാവേ, ശുശ്രൂഷയുടെ വഴികൾ തുറന്നു തരണമേ, ശുശ്രൂഷയിൽ ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ പരിഹരിക്കണമേ. തുടരെ അങ്ങനെ ഏപ്രിൽ മാസത്തിൽ ഞാൻ കുടുംബസമേതം അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം കൂടാനായിട്ട് പോയി. അവിടെ ധ്യാനിപ്പിക്കുന്ന ധ്യാനഗുരു ഞങ്ങളെ ഓരോരുത്തരെയും കണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. ധ്യാനത്തിൻ്റെ 3-ാം ദിവസം ഞാൻ അവിടുത്തെ സെഹിയോനിലെ മെയിൻ ധ്യാന ഹാളിലെ ഔസേപ്പ് പിതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ കൈകൾ കൂപ്പി കണ്ണടച്ച് കണ്ണീരോടെ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റി ശുശ്രൂഷ വഴികൾ എനിക്ക് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരാൾ വന്ന് എന്നെ തോണ്ടി വിളിക്കുന്ന ഒരനുഭവമാണ്. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട സൂചി ഓലിക്കലച്ഛനാണ് എന്നെ വിളിച്ചത്. അച്ഛൻ എന്നെ വിളിച്ച് സെഹിയോനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യാൻ എന്നെ ക്ഷണിച്ചു. ഇവിടെ അന്നു മുതൽ ഇന്നുവരെ അനേകം ധ്യാനങ്ങളിലും കൺവെൻഷനുകളിലും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ പാലകനായ മാർ ഔസേപ്പ് പിതാവിൻ്റെ മഹത്വം വർണ്ണിക്കാൻ, ഔസേപ്പ് പിതാവ് എത്രമാത്രം നമ്മെ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കുന്നു എന്നും അവിടുത്തേക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എത്രമാത്രം ആഴപ്പെട്ട സ്ഥാനമുണ്ടെന്നുമൊക്കെ അനേകായിരങ്ങളോട് പ്രഘോഷിക്കാൻ സ്വർഗം ഔസേപ്പ് പിതാവിലൂടെ കനിഞ്ഞെന്നെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാനും നിങ്ങളെപ്പോലെ ഔസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയം വഴി അനുഗ്രഹം സ്വീകരിച്ച വ്യക്തിയാണ്. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൂടുതൽ വിശ്വാസത്തോടെ, കൂടുതൽ വിശ്വസ്തയോടെ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത സങ്കേതമായ നമ്മുടെ മാർ ഔസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കും ഒപ്പം അനേകരെയും ഈ ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഔസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയ ഭക്തർ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്: ഔസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയ ഭക്തി, ഔസേപ്പ് പിതാവിനോടുള്ള സ്നേഹം അനേകരിലേക്ക് എത്തണമെന്ന് അവരുടെ ഉള്ളിൽ വലിയൊരു തീഷ്ണതയുണ്ടാകും. നിങ്ങളുടെ എല്ലാം ഉള്ളിൽ ആ തീഷ്ണത നിറയട്ടെ എന്ന് ഞാൻ ഔസേപ്പ് പിതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അനേകരോട് ഈ ഒരു പ്രതിഷ്ഠയെക്കുറിച്ച് പറയാൻ, അനേകരെ ഈ പ്രതിഷ്ഠയിലേക്ക് നയിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സ്വർഗം ധാരാളമായിട്ട് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ മുതൽ 19-ാം തീയതി വരെ നമ്മൾ ഒരുമിച്ച് നിർമ്മല ഹൃദയ പ്രതിഷ്ഠ നടത്തി പ്രാർത്ഥിക്കുന്നതാണ്. ഈശോ മാർ ഔസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയം വഴി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ഈശോയുടെ തിരുഹൃദയത്തിനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും മാറൂസ പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിനും നിത്യം സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.